ശബരിമലയിലെ മുന്നൊരുക്കങ്ങൾ പാളിയതിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച്. തീർത്ഥാടകരെ ശ്വാസം മുട്ടിച്ച് മരണത്തിലേക്ക് തള്ളിവിടാനാകില്ല. മുന്നൊരുക്കം 6 മാസം മുൻപേ നടത്തണമായിരുന്നുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെ ശബരിമലയിലെ സ്പോട്ട് ബുക്കിംഗ് 5000 കുറച്ചു. ശബരിമലയിൽ പറഞ്ഞതുപോലെ ഒന്നും നടന്നില്ലല്ലോ എന്നായിരുന്നു കോടതിയുടെ ആദ്യ ചോദ്യം. കുട്ടികളുമായി എത്തുന്ന ഭക്തർ ശ്വാസം മുട്ടിയാണ് ക്യൂവിൽ നിൽക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പരാജയപ്പെട്ടു. ശുചിമുറികൾ പലതും വൃത്തിയല്ല, വെള്ളം പോലും ഇല്ലാത്ത സാഹചര്യമെന്നും കോടതി വിമർശിച്ചു. വിമർശനങ്ങളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ വീഴ്ച സമ്മതിച്ചു. മുന്നൊരുക്കങ്ങൾ ഒക്ടോബറിൽ പൂർത്തിയാക്കണമായിരുന്നുവെന്ന കെ ജയകുമാർ. എന്തെങ്കിലുമൊക്കെ വീഴ്ച സംഭവിച്ചിട്ടുണ്ടാവാമെന്നല്ല, ഉണ്ട്, വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത് പരിഹരിച്ച് മുമ്പോട്ട് പോവുകയാണ്. വിത്തിൻ 2 days you will see the result. ശബരിമലയിലെ ഈ സീസൺ വികലമാക്കി മാറ്റിയെന്നും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ശബരിമല സീസണെ ഇത്രമാത്രം കുഴപ്പത്തിലാക്കിയ ഒരു ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ മുന്നൊരുക്കം പാളിയിട്ടില്ലെന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. 3 ദിവസങ്ങൾ കൊണ്ട് ഏതാണ്ട് 3 ലക്ഷത്തോളം ആളുകൾ അവിടെ വന്ന് കയറി. അതാണ് ഈ ഒരു തിക്കും തിരക്കും കൂടുതലായി പോയത് എന്ന് എനിക്ക് തോന്നുന്നു. തിരക്ക് നിയന്ത്രിക്കാൻ ഹൈക്കോടതി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതുപ്രകാരം സ്പോട്ട് ബുക്കിംഗ് 20,000 നിന്ന് 5000 കുറച്ചു. കാനനപാത വഴിയും 5000 പേരെ കടത്തിവിടുകയുള്ളൂ. ഒരു ദിവസം സന്നിധാനത്തേക്ക് എത്തുന്നവരുടെ എണ്ണം ഇതോടെ 75,000 കുറയും. വിവിധ ബ്യൂറോകൾക്കൊപ്പം വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.